വിശ്വാസ പ്രതീകങ്ങളെ അധിക്ഷേപിച്ച കാർട്ടൂണിന് പുരസ്കാരം നൽകിയതിൽ പ്രതിഷേധം ശക്തമാക്കി കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂരിലെ ലളിതകലാ അക്കാദമി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള പ്രതിഷേധമല്ല, മറിച്ച് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയതിലുള്ള പ്രതിഷേധമാണിതെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വിശ്വാസ പ്രതീകങ്ങളെ അപമാനിച്ച കാർട്ടൂണിന് പുരസ്കാരം നൽകി ആദരിച്ച ലളിതകലാ അക്കാദമിയുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലളിതകലാ അക്കാദമി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും ധരണയും നടത്തി. ധരണ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ സമൂഹത്തിന്റെ രക്ഷയുടെ പ്രതീകമായ കുരിശ് അവഹേളിക്കപ്പെട്ടതിനാലാണ് വിശ്വാസികളുടെ പ്രതിഷേധമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദൈവനിയോഗത്തെ, ദൈവത്തിന്റെ നിയോഗം ഏൽപ്പിച്ചതിന്റെ അടയാളമായിട്ടുള്ള ഞാൻ പേറുന്ന കുരിശ്, എൻ്റെ കഴുത്തിൽ എനിക്ക് അണിയിച്ചു തന്നിട്ടുള്ള സഭ തന്നിട്ടുള്ള കുരിശ്, ഈ കുരിശിനെ അവഹേളിച്ചതിനാണ് ഇവിടെ വിശ്വാസ സമൂഹം ഒന്നാകെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. കാർട്ടൂൺ വിഷയത്തിൽ സർക്കാർ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയനിലം പറഞ്ഞു. ഈ കാർട്ടൂണിന്റെ അന്തസത്ത തന്നെ ഈ അക്കാദമി നശിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉത്തൂരച്ചൻ പറഞ്ഞ പോലെ ഈ അക്കാദമിയുടെ പേര് ഈ കേരളത്തിൽ നമ്മൾ മാറ്റി കുറിച്ചില്ലെങ്കിൽ തൃശൂരിന്റെ അന്തസ്സാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. തൃശൂർ അതിരൂപതയിലെ 200 ഇടവകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രതിനിധികളാണ് പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നത്. പ്രതിഷേധ പരിപാടികൾക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് വല്ലൂരാൻ, ഫാദർ വർഗീസ് കുത്തൂർ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, തോമസ് ആന്റണി, എ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.